തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറും അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. റോഡ് ഷോയായാണ് അൻവർ എത്തിയത്. വി ഡി സതീശനും പിണറായി വിജയനും ഒരുമിച്ച് നാടിനെ പറ്റിക്കുകയാണെന്ന് അൻവർ ആരോപിച്ചു. ഈ പറയുന്ന വി ഡി സതീശനും പിണറായിയും ഒരുമിച്ച് നിന്ന് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പി വി അൻവറിനെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന്, ഈ ജനകീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അവസാനത്തെ ശ്രമം നടന്നപ്പോൾ ഞാൻ വിസ്തരിക്കുന്നില്ല. അതിന്റെ പേരിലാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരേണ്ടി വന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് പത്രിക നൽകും. നിലമ്പൂരിൽ നിന്ന് സൈഫ് സൈനുൽ അബ്ദീനും ഒപ്പം മുഹമ്മദ് ഷംസീറും. ആദ്യം സൈഫിലേക്ക്. സൈഫ്, കുറെ കൂടി ചിത്രം വ്യക്തമായി കൊണ്ടിരിക്കുന്നു. സ്വരാജ് പത്രിക നൽകുന്നു. ഈ അൻവറിന്റെ റോഡ് ഷോ ഇപ്പോഴും താലൂക്ക് ഓഫീസിൽ എത്തിച്ചേർന്നിട്ടില്ലേ? എത്ര വലിയൊരു ശക്തി പ്രകടനമാണ് സ്വരാജിന്റെ പത്രികാ സമർപ്പണത്തിനിടയും അപ്പോൾ ഈ അൻവറിന്റെ റോഡ് ഷോയിലും കാണുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അൻവറിന്റെ റോഡ് ഷോ ആണ്. അൻവറിന്റെ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. LDF വിട്ട് പുറത്തു വന്ന അൻവർ ശക്തി പ്രകടനം പലയിടങ്ങളിലും നടത്തിയിരുന്നു. അന്ന് കണ്ട ഒരു ജനക്കൂട്ടം അൻവറിനൊപ്പം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് ആ ജനക്കൂട്ടത്തെ നമുക്ക് നിലമ്പൂർ ടൗണിൽ കാണാൻ കഴിയുന്നത്. ചന്തക്കുന്നിൽ നിന്ന് ആ പ്രകടനം ആരംഭിച്ച് അവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അടുപ്പിച്ചാണ് അവിടുത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സ്ഥലത്തേക്ക് എത്താൻ, താലൂക്ക് ഓഫീസിലേക്ക് എത്താൻ വേണ്ടി 1 കിലോമീറ്റർ ദൂരത്തോളം ഉണ്ട്. അവിടത്തേക്ക് ആ പ്രകടനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തനിക്ക് ശക്തിയുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് അൻവർ ആ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിൻ്റെ തിരക്കിലാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഞായറാഴ്ചയായതുകൊണ്ട് അവധിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വലിയ തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. എം സ്വരാജ് രാവിലെ 10:30 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിന് ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്തുള്ള ഒരു കോളനിയിൽ എത്തിയത്. LDFിൻ്റെ ഒരു ശക്തി പ്രകടനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. UDF ശക്തി പ്രകടനമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയതെങ്കിൽ LDF അങ്ങനെ ഒരു ശക്തി പ്രകടനത്തിലേക്ക് പോയിട്ടില്ല. അവർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വിജയരാഘവൻ അടക്കമുള്ള PK സൈനബ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുന്നു. ഏതാണ്ട് ഒരു 200ഓളം പ്രവർത്തകർ, അതിൽ കൂടുതൽ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നില്ല. പാർട്ടി അണികൾക്കും പ്രാദേശിക നേതാക്കന്മാർക്കും നൽകിയിരുന്ന നിർദ്ദേശം പത്രികാ സമർപ്പണത്തിന് റോഡ് ഷോ വേണ്ട, എല്ലാ വീടുകളും 15 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായാൽ മതി, റോഡ് ഷോ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടെന്ന പാർട്ടിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് പേർ ചെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന നിലമ്പൂർ ടൗണിനപ്പുറത്ത് നിന്ന് ഒരു ശക്തി പ്രകടനമായിട്ട് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകും. രാവിലെ എം സ്വരാജ് പത്രിക സമർപ്പിക്കാൻ അവിടെ എത്തിയ സമയത്ത് ശിവസേനയുടെ ഒരു സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ അറിയാം എത്ര പേർ പത്രിക സമർപ്പിച്ചുവെന്ന്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം 5-ാം തീയതിയാണ്. അന്ന് മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയൂ എത്ര സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ മത്സര രംഗത്തുണ്ട് എന്നുള്ളത്. എന്തായാലും ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നിലമ്പൂർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചതുഷ്കോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. BJP മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യമായ വേരോട്ടമുള്ള, അവർ വോട്ട് പിടിച്ച് ശക്തി തെളിയിച്ചിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഒരു ചതുഷ്കോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവം നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മഴ മാറി നിൽക്കുകയാണ്, നല്ല ചൂടുണ്ട്. ആ രാഷ്ട്രീയ ചൂടിനൊപ്പം ഈ വലിയ ചൂടിനൊപ്പം ആ രാഷ്ട്രീയ ചൂട് കൂടി എത്തിച്ചേരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രചരണങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വരാജ് ഇന്ന് വാഹന പര്യടനത്തിലാണ് ഉണ്ടായത്. നാളെ മുതൽ വീടാന്തരം കയറിയുള്ള പ്രചരണത്തിലേക്ക് കടക്കുകയും ചെയ്യും. UDF സ്ഥാനാർത്ഥിയും അങ്ങനെ തന്നെയാണ്. അൻവറും സമാനമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലേക്കാവും നീങ്ങുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ നിലമ്പൂരിലേക്ക് എത്തുന്നതോടെ തിരഞ്ഞെടുപ്പ് കളം കൊഴുക്കുകയും ചെയ്യും. സൈഫുദ്ദീൻ.